മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിക്കുന്ന ഘടകമേതാണ്? ഹൈപ്പോതലാമസ് ആണ്. എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം. മഞ്ഞപ്പിത്തം പിടിപെടുന്ന ശരീര അവയവം ഏതാണ്? കരൾ. മലമ്പനി പകർത്തുന്ന ജീവി ഏതാണ്? അനോഫലിസ് ആണ്. പേർഷ്യയുടെ പുതിയ പേര് എന്താണ്? ഇറാൻ ആണ്. മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. സസ്യ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഏത് പദാർത്ഥം കൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് ആണ്. കലിംഗ യുദ്ധം നടന്ന വർഷം BC 261. സാരേ ജഹാംസെ അച്ച എന്ന ഗാനത്തിന്റെ രചയിതാവാരാണ്? ഇക്ബാൽ ആണ്. അഷ്ടാംഗ ഹൃദയത്തിന്റെ കർത്താവ് ആരാണ്? വാഗ്ഭടാചാര്യയാണ്. കഥാസരിത് സാഗരത്തിന്റെ കർത്താവ് സോമദേവനാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ആണ്. മനുഷ്യ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അനീമിയയാണ്. വേദങ്ങളുടെ എണ്ണം 4. പൂർവ പാകിസ്ഥാന്റെ പുതിയ പേര് എന്താണ്? ബംഗ്ലാദേശ് ആണ്. വസൂരിക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് ജെന്നർ ആണ്. ഇന്ത്യയിലെ പ്രഥമ ആണവ റിയാക്ടർ അപ്സരയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. സ്വരാഷ്ട്ര മതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേര് സെന്റ് വെസ്ത എന്നാണ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. കേരളത്തിലെ പ്രഥമ വനിതാ ജഡ്ജി ആര്? ജസ്റ്റിസ് അന്ന ചാണ്ടിയാണ്. വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ടെലിവിഷൻ കണ്ടുപിടിച്ച വ്യക്തി ജോൺ ബയേഡ്. കേരള സംസ്ഥാനം പിറന്ന വർഷം 1956. തിരുവിതാംകൂറിൽ സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1817. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏത്? ഡക്കാൻ ആണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഹിമാദ്രി ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പനെയാണ്. അമേരിക്ക ആദ്യമായി അണുബോംബിട്ട സ്ഥലം ഹിരോഷിമയാണ്. മരുഭൂമിയിൽ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം ഒയാസിസ് ആണ്. മദർ തെരേസയുടെ ജന്മസ്ഥലം യുഗോസ്ലേവിയയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്ന ഭാഷാഗോത്രം ദ്രാവിഡ ഭാഷാഗോത്രം. ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയ വ്യക്തി വാസ്കോ ഡി ഗാമ. ഇന്ത്യയിൽ ആദ്യമായി വന്നു ചേർന്ന വ്യാപാര സംഘം പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ഇന്ത്യ ചരിത്രത്തിൽ സുവർണകാലമായി അറിയപ്പെടുന്ന ഭരണകാലം ഗുപ്ത ഭരണകാലമാണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ സംഘടന ഫോർവേഡ് ബ്ലോക്ക് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന സ്ഥലം ബോംബെ. മറാഠ സാമ്രാജ്യ സ്ഥാപകനാരാണ്? ശിവജി. രക്തത്തിലെ ദ്രാവക ഘടകം പ്ലാസ്മ.
ശകവർഷ സ്ഥാപകൻ ആരാണ്? കനിഷ്കൻ ആണ്. ദ്രാവക രൂപത്തിലുള്ള ഒരു ലോഹം മെർക്കുറിയാണ്. ബട്ടർഫ്ലൈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട കായിക വിനോദം നീന്തൽ. നാട്യശാസ്ത്രം രചിച്ച വ്യക്തി കൗടില്യൻ. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദമാണ്. അവസാനത്തെ കുലശേഖര രാജാവ് ആരായിരുന്നു? രാമവർമ്മ കുലശേഖരനാണ്. ഇന്ത്യ ഗവൺമെന്റിന് ആവശ്യമായ നിയമോപദേശം നൽകുന്നത് അറ്റോർണി ജനറൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട പള്ളിപ്പുറം കോട്ടയാണ്. ചാണകത്തിൽ നിന്നും ലഭിക്കുന്ന വാതകം ഏത്? മീഥേൻ ആണ്. കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ ആണ്. ഡൽഹിയിലെ ഒന്നാമത്തെ സുൽത്താൻ കുത്തബുദ്ദീൻ ഐബക്ക് ആണ്. പോർച്ചുഗീസുകാർ ഇന്ത്യ കീഴടക്കിയ വർഷം 1510. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ജീവികളിൽ നടക്കുന്ന രാസപരിണാമങ്ങളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ബയോകെമിസ്ട്രി. സംഘകാലത്തെ ചിലപ്പതികാരം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഇളങ്കോവടികൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അക്ബർ ചക്രവർത്തിയുടെ പ്രസിദ്ധനായ കൊട്ടാരം വിദൂഷകൻ ആരായിരുന്നു? ബീർബൽ ആയിരുന്നു. മാർത്താണ്ഡവർമ്മ 1741 ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധം കുളച്ചൽ യുദ്ധമാണ്. കേരളത്തിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയത് ആരുടെ കാലത്ത്? സ്വാതി തിരുനാളിന്റെ കാലത്ത്. ലാൽ ബഹദൂർ ശാസ്ത്രി മരണമടഞ്ഞത് എവിടെ വെച്ചാണ്? താഷ്കന്റിൽ വെച്ചാണ്. ലോക സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ളരിപ്രാവിന് രൂപം കൊടുത്ത ചിത്രകാരൻ ആരാണ്? പിക്കാസോയാണ്. പാബ്ലോ പിക്കാസോ. സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വ റീജിയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. തലയോട്ടിയിലുള്ള ഇളകുന്ന ഏക എല്ല് ഏതാണ്? താടിയെല്ലാണ്. ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം AD 1526. ആദ്യത്തെ മലയാള ദിനപത്രം ഏത്? രാജ്യസമാചാരമാണ്. 1847. തല കുത്തിമറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവിയാണ് ഹൈഡ്ര. ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖ ഭൂമധ്യരേഖയാണ്. ഏറ്റവും കനം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. മനുഷ്യ നിർമ്മിതമായ ആദ്യ മൂലകം ഏത്? നെപ്റ്റ്യൂണിയമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു ലോഹം സോഡിയമാണ്. വാക്കുകളുടെ പര്യായങ്ങൾ ആധികാരികമായി നൽകിയിട്ടുള്ള സംസ്കൃത ഗ്രന്ഥം ഏത്? അമരകോശമാണ്. ഹൃദയചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പാണ്. ക്വാണ്ടം തിയറിയുടെ ഉപജ്ഞാതാവ്
മാക്സ് പ്ലാങ്ക് ആണ്. സായുധ പോരാട്ടമില്ലാതെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശത്രുതയെ എന്താണ് പറയുന്നത്? ശീതസമരം എന്ന് പറയുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? സിംഹമുദ്രയാണ്. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏത്? താമരയാണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? കൊബാൾട്ട് 60 ആണ്. ആദ്യമായി ലോകം ചുറ്റിയ കപ്പൽ ഏത്? വിക്ടോറിയയാണ്. ശബ്ദതരംഗങ്ങൾ കൊണ്ടുള്ള ചികിത്സാരീതിയുടെ പേര് അൾട്രാസോണിക് തെറാപ്പി ആണ്. അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചത് ആരാണ്? ശങ്കരാചാര്യരാണ്. ആധുനിക യുഗത്തിലെ മുന്നോടി എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിലെ ആദ്യ ഇന്ത്യൻ മെമ്പർ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആറ്റം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? കണാദൻ ആണ്. സൗരാഷ്ട്ര മത സ്ഥാപകൻ ആരാണ്? സൗരാഷ്ട്രർ ആണ്. മൗലാന എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അബ്ദുൽ കലാം ആസാദ് ആണ്. നാം കഴിക്കുന്ന ആഹാരം ദഹനപ്രക്രിയയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ശാരീരിക അവയവം ഏത്? ചെറുകുടൽ ആണ്. സമ്പാർ തടാകം എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. പുലയ രാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അയ്യൻകാളിയെയാണ്. പിത്തരസം ഏതു തരം പദാർത്ഥങ്ങളുടെ ദഹനത്തെ സഹായിക്കുന്നു? കൊഴുപ്പ്. മഹാഭാരതത്തിന്റെ രചയിതാവ് വേദവ്യാസനെയാണ്. ഒരു ഇഞ്ച് എന്നത് 2.54 സെന്റിമീറ്റർ ആണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന വ്യക്തി ലാലാ ലജ്പത് റായ് ആണ്. മുറിവിൽ കൂടി അണുബാധ ഉണ്ടാകുന്ന ഒരു രോഗം ടെറ്റനസ് ആണ്. വെള്ളത്തിനോട് പേടി തോന്നുന്ന രോഗം ഹൈഡ്രോഫോബിയ ആണ്. പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഇ ആണ്. പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ സംക്രമണ സാധ്യത കുറവുള്ള രോഗം കുഷ്ഠമാണ്. ഓസ്ട്രേലിയ കണ്ടുപിടിച്ച ആൾ ആരാണ്? ക്യാപ്റ്റൻ ഹുക്ക് ആണ്. ക്ഷയരോഗം ഉണ്ടാക്കുന്ന രോഗാണു ട്യൂബർകുലെ ബാസിലസ് ആണ്. ഒരിക്കലും നിലം തൊടാത്ത പക്ഷി യൂറോപ്യൻ സ്വിഫ്റ്റ് ആണ്. വയറുകടിക്ക് കാരണമായ രോഗാണു എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയാണ്. ക്രിമിയൻ യുദ്ധം നടന്ന വർഷം 1954. മഹാത്മാഗാന്ധി ജനിച്ചത് എന്നാണ്? 1869. നെപ്പോളിയന്റെ ജന്മസ്ഥലം കോഴ്സിക്ക ആണ്. ക്യൂബൻ, ബൊളീവിയൻ,
വിപ്ലവങ്ങളിലെ ധീരനായ ഒളിപ്പോരാളി ഏണസ്റ്റോ ചെഗുവേരയാണ്. കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന രോഗം ഏത്? സിറോഫ്താൽമിയാണ്. വൃക്കയുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗം യുറീമിയാണ്. പാമ്പു കടിച്ചാൽ കുത്തിവെക്കുന്ന ഔഷധം ഏതാണ്? ആന്റിവെനമാണ്. ലോകത്തിൽ ആദ്യമായി അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ്? 1945 ജൂലൈ 16 ന്യൂ മെക്സിക്കോയിലെ അലമോ ഗോൾഡയ്ക്ക് സമീപമുള്ള മരുഭൂമിയിൽ. സ്ഫോടനം നടത്തിയത് അമേരിക്കയാണ്. പ്രസിദ്ധമായ 2 ആയുർവേദ ഗ്രന്ഥങ്ങളാണ് അഷ്ടാംഗയോഗവും സഹസ്രയോഗവും. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഐൻസ്റ്റീനാണ്. മഹാത്മാഗാന്ധി മരണമടഞ്ഞത് എന്ന്? 1948. പുഷ്പത്തിലെ പുരുഷ ലൈംഗികാവയവത്തിന്റെ പേരെന്താണ്? കേസരങ്ങൾ എന്നാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി സംഭരിക്കുന്ന അവയവം ഏത്? കരൾ ആണ്. 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന ധൂമകേതു ഏതാണ്? ഹാലിയുടെ ധൂമകേതുവാണ്. തലയോട്ടിയും നാസാരന്ധ്രങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥി ഏതാണ്? സൈനസ് ആണ്. വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏവ? ഹൈഡ്രജൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവാണ്. കാറൽ മാർക്സിന്റെ ജന്മദേശം ജർമ്മനിയാണ്. ടാൽക്കം പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവേതാണ്? മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. ദ്രാവകമാകാതെ ആവിയാകുന്ന ഒരു വസ്തുവാണ് കർപ്പൂരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരായിരുന്നു? ഓമനക്കുഞ്ഞമ്മയായിരുന്നു. ലാപ്രോസ്കോപ്പി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുടുംബാസൂത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രതലം സ്റ്റീലാണ്. മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കറാണ്. റബ്ബർ പാൽ ഉറഞ്ഞു കട്ടിയാകാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ്. സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ എന്തു പറയുന്നു? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. മിന്നലിനു ശേഷമേ ഇടിമുഴക്കം കേൾക്കുന്നുള്ളൂ. കാരണം ശബ്ദത്തിനേക്കാൾ പ്രകാശത്തിന് വേഗത കൂടുതലാണ്. കണ്ണീർ വാതകം എന്നറിയപ്പെടുന്നത് ബെൻസൈൽ ക്ലോറൈഡ് ആണ്. മൃഗങ്ങളിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ള മൃഗം ആനയാണ്. നീളമേറിയ ഒരു നാക്കിനുടമയാണെങ്കിലും ശബ്ദിക്കാനാകാത്ത ഒരു ജീവി ജിറാഫ് ആണ്. കേരളത്തിലെ ആദിമ നിവാസികൾ ദ്രാവിഡറാണ്. മനുഷ്യനാണ് ബുദ്ധിശക്തിയിൽ 1-ാം സ്ഥാനം. മനുഷ്യൻ കഴിഞ്ഞാൽ ഈ കഴിവിന്റെ തൊട്ടടുത്ത സ്ഥാനം ഏത് ജീവിക്കാണ്? ഡോൾഫിനാണ്. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട സംഭവം മാപ്പിള ലഹളയാണ്. നാഡീവ്യൂഹം ഉണ്ടെങ്കിലും തലച്ചോറില്ലാത്ത ഒരു ജീവി ഹൈഡ്രയാണ്. സ്വന്തം ശരീരത്തിനേക്കാൾ നീളമേറിയ നാവുള്ള ജീവി ഓന്ത്. കറിയുപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ്. പക്ഷികളെപ്പോലെ മുട്ടയിടുകയും സസ്തനികളെപ്പോലെ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്ന ഒരു ഓസ്ട്രിയൻ മൃഗം പ്ലാറ്റിപ്പസ് ആണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് എന്നാണ്? 1948. KSEB നിലവിൽ വന്ന വർഷം? 1957 ഏപ്രിൽ 2.
ലോഹ നിക്ഷേപങ്ങൾ മണ്ണിലുണ്ടെന്ന് സൂചന നൽകുന്ന ചെടി ഏതാണ്? ഇമോൾട്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. 1975 ഏപ്രിൽ 19 ഇത് വിക്ഷേപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സരയാണ്. 1956 ഓഗസ്റ്റ് 4 ഇത് നിലവിൽ വന്നത്. ഒരു വലിയ തൊട്ടിയിൽ താമസിച്ചിരുന്ന ഗ്രീക്ക് തത്വജ്ഞാനിയാണ് ഡയോജനിസ്. ഇന്ത്യയിൽ പിൻകോഡ് നിലവിൽ വന്നത് എന്നാണ്? 1976. കേരളത്തിലെ പുരാതന നിവാസികൾ നിഗ്രിറ്റോ വർഗക്കാരാണ്. ലോകത്തിൽ ഏറ്റവും വില കൂടിയ സസ്യങ്ങളിൽ ഒന്നാണ് കുങ്കുമപ്പൂവ്. എന്നാൽ ഇതിന്റെ ശാസ്ത്രനാമം എന്താണ്? ക്രോക്കസ് സറ്റൈവസ് ആണ്. ആദ്യത്തെ എക്സ്റേ ഫോട്ടോഗ്രാഫ് ഏത് അവയവത്തിൻ്റെതായിരുന്നു? മനുഷ്യ കൈപ്പത്തിയുടേതായിരുന്നു. പ്രഷർ കുക്കർ കണ്ടുപിടിച്ച ശാസ്ത്രകാരൻ ഡെനിസ് പെപ്പിൻ ആണ്. ശരീരത്തിൽ കൃത്രിമ അവയവങ്ങൾ വയ്ക്കലിന്റെ പേര് പ്രോസ്തെസിസ് ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ടയാലിൻ ആണ്. പെട്രോൾ കണ്ടുപിടിച്ച വ്യക്തി കാൾ ബെൻസ് ആണ്. മരുഭൂമിയില്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പാണ്. വാഷിംഗ് മെഷീനിന്റെ പ്രവർത്തന തത്വം എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ ആണ്. ഞണ്ടുകളില്ലാത്ത സമുദ്രം ഏതാണ്? അന്റാർട്ടിക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ എയർ ഹോസ്റ്റസിന്റെ പേരെന്താണ്? എല്ലൻ ചർച്ച് എന്നാണ്. പ്രാണികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രത്തിന്റെ പേരെന്താണ്? എന്റമോളജിയാണ്. തേനിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ വസ്തു ഫാക്ടോസ് ആണ്. വെളുത്തുള്ളിയുടെ ഗന്ധത്തിന് കാരണം എന്താണ്? സൾഫർ സംയുക്തമാണ്. ദ്രാവകങ്ങൾ തുള്ളി രൂപത്തിൽ ഒതുങ്ങാനുള്ള കാരണം എന്താണ്? സർഫേസ് ടെൻഷൻ അഥവാ പ്രതലബലമാണ്. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജനാണ്. മനുഷ്യ ഗർഭപാത്രത്തിൽ ശിശുഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നത് എപ്പോൾ? 4-ാമത്തെ ആഴ്ചയിലാണ്. ഒരു നക്ഷത്രത്തിന്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭൂമിയിൽ നിന്നുള്ള അകലത്തെയാണ്. ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല, ചിന്തിക്കുന്നതിന് മുമ്പേ അത് പാഞ്ഞടുക്കുകയാണ്. ഇത് പറഞ്ഞ മഹാൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ജയ് ഹിന്ദ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. തേനീച്ചയ്ക്ക് എത്ര ചിറകുണ്ട്? 4. മുതിർന്ന ഒരാളുടെ ശരീരത്തിൽ എത്ര എല്ലുകൾ ഉണ്ടാവും? 206. സംസ്കൃതത്തിൽ ലജ്ജാലു എന്നറിയപ്പെടുന്ന ചെടിയുടെ പേരെന്താണ്? തൊട്ടാവാടിയാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഏത് ലോഹമാണ്? ഇരുമ്പാണ്. സമുദ്രത്തിന്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്നത് ഫത്തോമീറ്റർ ആണ്. ഒരു വർഷം കൊണ്ട് ചന്ദ്രൻ എത്ര തവണ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട്? 13 തവണ.